നമ്മുടെ ഹിന്ദുസ്ഥാനിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അല്ലേ? ആണോ? അങ്ങനെയല്ല, നമ്മുടെ ഹിന്ദുസ്ഥാനല്ലേ? രണ്ട് തെറ്റുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ കുഴപ്പമാണ്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ശേഖർ യാദവ് എന്ന് പറഞ്ഞൊരു അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ഇന്ത്യ ഹിന്ദുസ്ഥാനാണെന്ന് പറഞ്ഞതിന് വേണ്ടി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എന്നാണല്ലോ പണ്ട് പോലെ അറിയപ്പെട്ടിരുന്നത്. അത് പണ്ട്, ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാൽ വിവരറിയും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം മറ്റിടത്ത് നിന്ന് വന്നതാണെന്ന് ആര്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണെന്ന് ആര് പറഞ്ഞു? ഇപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യം പറയാം. മുസ്ലിങ്ങൾ, ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിങ്ങൾ വന്നത് നമ്മുടെ കേരളത്തിലാണെന്നാണ് പറഞ്ഞത് അല്ലേ? കേരളത്തിൽ വന്നു, ചേരമാൻ പെരുമാളുടെ കാലത്ത് വന്നു. എന്നിട്ട് അവിടെ കൊടുങ്ങല്ലൂരിൽ ഇത് ഈ പറയുന്നത് അധിനിവേശത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മൂണന്മാരും വന്ന വഴിയല്ല. ഇത് സമാധാനത്തോടെ വന്ന ആളുകൾ. മറ്റവന്മാർ കയറി വന്ന് കൊള്ളയടിക്കാൻ വന്നവരുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മാലിക് ദിനാർ അല്ലേ, ദിനാറിൻ്റെ കൂടെ 9 പേരോ 7 പേരോ മറ്റാണ് വന്നത്. അവർ കൊടുങ്ങല്ലൂർ വന്നു, കേരളത്തിലേക്ക് വന്നത്. അവർ കൊടുങ്ങല്ലൂർ വന്നു. അവർക്ക് രാജാവ് എന്ത് ചെയ്തു? ഭൂമി കൊടുത്തു, വീട് കൊടുത്തു. ആണുങ്ങൾ മാത്രമാണ്, കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കൊടുത്തു. അങ്ങനെ അവർ പെറ്റുപെരുകി കേരളത്തിലുണ്ടായി. ഇതാണ് ഒരു കഥ. അപ്പോൾ എവിടുന്നാണ് വന്നത് 7 പേര് അല്ലെ 9 പേര്. ഭാര്യമാർ എവിടുത്തുകാരാ? ഇവിടുത്തുകാർ. അപ്പോൾ ഇവിടെ ഉണ്ടായവരാണ്, ഒരു മിക്സാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഒരു ഒറിജിൻ, ഉത്ഭവത്തിൻ്റെ ഒരു രൂപം അതാണ്. പിന്നീട് അവരെന്ത് ചെയ്തു? മതം മാറ്റി ഒരുപാട് പേരെ മതം മാറ്റി. ടിപ്പു സുൽത്താൻ്റെ വരവോടുകൂടിയാണ് വലിയ തോതിൽ മലബാർ മേഖലയിൽ മതം മാറ്റം ഉണ്ടായി. ഒന്നെങ്കിൽ വാള് അല്ലെങ്കിൽ ഖുറാൻ. ഇതായിരുന്നു. ഒന്നെങ്കിൽ നീ മതം മാറിക്കണം, അല്ലെങ്കിൽ നിൻ്റെ കഴുത്ത് വിട്ടും. ഭീഷണിപ്പെടുത്തി വലിയ തോതിൽ ചരിത്രമാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ടിപ്പുവിനെ പോലെ മഹാനായ ഉദാരമതിയായ ഒരു സുൽത്താൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇവിടെയുള്ള ഹിന്ദുക്കൾ തന്നെ മതം മാറിയവരാണ് ഇന്ന് ഹിന്ദുവിൻ്റെ തല വെട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ഭീകരവാദികളും എല്ലാം. ഇവരെല്ലാം അങ്ങനെയുള്ളവരാണ്, ഇവരാരും പുറത്തുനിന്ന് വന്നവരല്ല. അപ്പോൾ നമുക്കിപ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. ക്രിസ്ത്യാനികളും ഇവിടെ ഉള്ളവരൊക്കെ മതം മാറിയതാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ട് ആംഗ്ലോ ഇന്ത്യൻ എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞ് അവരുടെ ഒരു വനിതാ സുഹൃത്താണ് പറഞ്ഞത്. അവരുടെ മുന്നിൽ മേനി നടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവസാനം സഹി കെട്ടി പുള്ളിക്കാർ പറഞ്ഞു, നിങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുള്ളണ്ട, ഒന്നുകിൽ നിങ്ങൾ ആംഗ്ലോ എന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയണം. ഞങ്ങളൊക്കെ ഇവിടെ പണിയെടുത്തപ്പോൾ നിങ്ങൾ വേറെ പരിപാടി നടത്തിയതുകൊണ്ടാണ് നിങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായത്. ശരിയല്ലേ? ഇത്തിരി ക്രൂരമായ സത്യമാണെങ്കിൽ കൂടി ആംഗ്ലോ ഇന്ത്യൻ എങ്ങനെ ഉണ്ടായത്? ഇംഗ്ലീഷുകാരനും ഇവിടുത്തുകാരുടെ ചേർന്നുള്ള മിക്സാണ്. അപ്പം ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ഇവിടെ ജയിച്ചു, നിങ്ങൾ വേറെ പരിപാടി നടത്തിയപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ ഉള്ളു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളൊക്കെ കൂടുതലാണെന്ന് പുള്ളി അഹങ്കരിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരുടെ കാറ്റ് ബലൂണിൽ നിന്ന് പോയ പോലെ പോയി എന്ന് എന്നോട് പറഞ്ഞു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് സത്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾ മതം മാറിയതാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അത് ക്രിസ്ത്യാനികൾ സമ്മതിക്കുന്നുണ്ട്. ആ ഓർമ്മ നിർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഇല്ലാത്തത്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമം, ദിഹ്രി എന്ന് പറയുന്ന ഗ്രാമം, ജുനാപൂർ എന്ന് പറയുന്ന ജില്ലാ കേന്ദ്രത്തിൽ 40 കിലോമീറ്റർ അപ്പുറത്താണ്. ആ ഗ്രാമത്തിൽ, ദിഹ്രി ഗ്രാമത്തിൽ ഏതാണ്ട് 12,000 ജനങ്ങളുണ്ട്. 7,000 പേര് മുസ്ലിംസാണ്, 5,000 പേര് ഹിന്ദുക്കളാണ്. ഒരു കുഴപ്പമില്ല, സമാധാനത്തോടെ താമസിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുകയാണ് വ്യാപകമായി. ദിഹ്രി ഗ്രാമത്തിൻ്റെ തലവനായ ഫർഹാൻ പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് നൗഷാദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ പറയുന്ന അതേ കഥയുടെ തനിയാവർത്തനമാണ്. നൗഷാദ് അഹമ്മദ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ദുബൈ എന്ന് ചേർത്തു. ദുബൈ ഒരു ഹിന്ദു പേരാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് തൊട്ടടുത്തുള്ള ഇർഷാദ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം പാണ്ഡെ എന്ന് ചേർത്തു. ഇപ്പോൾ പാണ്ഡേജി എന്നാണ് വിളിക്കുന്ന പുള്ളിയെ. അപ്പോൾ പൊതുവിൽ ബ്രാഹ്മണരുടെ പേരുകളാണ് മിശ്ര, പാണ്ഡെ, തിവാരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് മുസ്ലിമുകൾ അവരുടെ പേരിനൊപ്പം ഇങ്ങനെ മിശ്ര, പാണ്ഡെ, തിവാരി എന്നൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നൗഷാദ് അഹമ്മദ് ദുബെ, ഇപ്പോൾ അത് അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ഈ നൗഷാദ് അഹമ്മദ് ദുബെ പറയുകയാണ്, ഞാൻ 2 വർഷം മുമ്പാണ് എൻ്റെ പാരമ്പര്യം മനസ്സിലാക്കിയത്. ഞാൻ കുറേ തലമുറയ്ക്ക് മുമ്പ് ഹിന്ദു ആയിരുന്നു. എൻ്റെ 8 തലമുറയ്ക്ക് മുമ്പ് എൻ്റെ മുത്തച്ഛൻ്റെ പേര് ലാൽ ബഹാദൂർ ദൂബെ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്നെ 8 തലമുറ മുമ്പ് ലാൽ ബഹാദൂർ ദൂബെ എന്നായിരുന്നു. അദ്ദേഹം റാണി കി സരായ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദിഹ്രിയിലേക്ക് വന്നതാണ്. ഇവിടെ വന്ന് മാറി താമസിച്ചു. പിന്നീട് മതം മാറി. അസ്രായി സിംഗ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഈ സ്ഥലമൊക്കെ ഒരു ജമീന്ദാരി വാങ്ങിയിട്ട് ഇവിടെ താമസിച്ചാണ്.
പിന്നീട് അദ്ദേഹം മതം മാറി. എങ്ങനെ മതം മാറിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് 8 തലമുറ മുതൽ എൻ്റെ കുടുംബം, ബ്രാഹ്മണ കുടുംബം എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് മാറി എന്നെനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പഴയ പാരമ്പര്യം നിലനിർത്താൻ പോവാണ്. ആ വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെ. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഒരു മുസ്ലിമായി എനിക്കിപ്പോൾ എല്ലാവരും എന്നെ മുസ്ലിം അന്യവൽക്കരണത്തോടെ നോക്കുന്നു. എൻ്റെ പാരമ്പര്യം വലുതാണ്. ആ പാരമ്പര്യം എന്തിനു കളയുന്നു? 8 തലമുറയ്ക്ക് മുമ്പ് വരെ ഞാൻ ഹിന്ദു ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഹിന്ദു ദൂബെ എന്നുള്ള പേര് സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്തിഹാം അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇന്തിഹാം അഹമ്മദ് പറയുന്നു, ഞാനും ഈ ഹിന്ദു പാരമ്പര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കുടുംബവും നേരത്തെ ഹിന്ദുക്കളായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇനി പാണ്ഡെ എന്നറിയപ്പെടുന്നത്. പാണ്ഡേജി എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ എന്നെ ഈ പാണ്ഡേജി എന്നൊക്കെ ഈ ആളുകൾ വിളിക്കുമായിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകൾ മുസ്ലിങ്ങളാണെങ്കിലും അവരെയും ആളുകൾ പാണ്ഡേജി എന്ന് വിളിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി 3 തലമുറയ്ക്കപ്പുറത്ത് അച്ഛൻ്റെ അച്ഛൻ വരെ ഹിന്ദുവായിരുന്നു. പിന്നീടാണ് വളരെ പെട്ടെന്ന് മുസ്ലിമായത്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് കേരളത്തിലും ഉള്ള മുസ്ലിം സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളും ഒരു പക്ഷേ കുറേ തലമുറയ്ക്ക് മുമ്പ് ഹിന്ദു ആയിരുന്നിരിക്കാം. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അല്ലാതെ അവിടെ നിന്ന് വന്ന ആളുകളാവാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. അപ്പോൾ മതം മാറി വന്നവരാണ്. എന്തുകൊണ്ടും മതം മാറി എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്ന് ആലോചിച്ചാൽ അതിനൊരു കാരണം കണ്ടെത്താം. പടയോട്ടങ്ങളുണ്ട്, ടിപ്പുവിൻ്റെ അധിനിവേശമുണ്ട്, മാപ്പിള കലാപമുണ്ട്. ഇങ്ങനെ മാപ്പിള കലാപമല്ല, മാപ്പിളക്കൊള്ള, കൂട്ടക്കൊല, ഇത്തരം ചില സംഭവങ്ങളിലൂടെയാണ് മലബാർ പ്രദേശത്ത് വ്യാപകമായി ഹിന്ദുക്കൾ മതം മാറിയത്. ഇത് ചരിത്രമാണ്. ആര് നിഷേധിച്ചാലും ശരി, അതാണ് ചരിത്രം, അതാണ് സത്യം, അതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഈ പരമ്പരയുടെ പൈതൃകം തേടി ആരും യാത്ര ചെയ്യുന്നില്ല. 2, 3, 4 തലമുറയ്ക്കപ്പുറത്ത് അല്ലെങ്കിൽ ഒരു 5 തലമുറയ്ക്കപ്പുറത്ത് നമ്മുടെ ആരായിരുന്നു എന്നുള്ള അന്വേഷണം ആരും നടത്തുന്നില്ല. കണ്ടെത്താനൊക്കെ പറ്റും, തുനിഞ്ഞിറങ്ങി കണ്ടെത്താൻ പറ്റും. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അച്ഛനെ അറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാം, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൂടെ അറിയാം. അതിനപ്പുറത്തുള്ള ആളുകളുടെ പേരറിയാമോ? എത്ര പേർക്കറിയാം? എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന, എഴുതി വെക്കുന്ന പാരമ്പര്യമുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തെരഞ്ഞു പോയാൽ, തുനിഞ്ഞിറങ്ങിയാൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാരും ശ്രമിക്കുന്നില്ല. പക്ഷേ ദിഹ്റിയിലെ ജനങ്ങൾ അതിന് ശ്രമിക്കുകയാണ്. അവരിങ്ങനെ ഇപ്പോൾ നോക്കൂ, അബ്ദുള്ള ഷെയ്ഖ് ദുബൈയാണ്. മുഹമ്മദ് ഗുർഫാൻ, താക്കൂർ മുഹമ്മദ് ഗുർഫാനാണ്. സയ്യദ് എന്നുള്ള, ഇപ്പോൾ ചില സയ്യദ് എന്ന് പറയും. സയ്യദ് ഒരു ബഹുമതി പോലെ അവർ ചെയ്യും. ആ സയ്യദ് എന്നുള്ള ഒരു ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ് ഷാൻലിയ എന്നാക്കുകയാണ്. ഒരു ഹിന്ദു പേര് സയ്യദ് എന്നുള്ള പദവി വേണ്ട, ഷാൻലിയ എന്നാക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം അവരുടെ സ്വന്തം പൈതൃകം തേടി, വേരുകൾ തേടി ഒരു ഗ്രാമം ദിഹ്റിയിൽ തിരിച്ചു നടക്കുകയാണ്. പക്ഷേ അവരിപ്പോൾ പറയുന്നത്, ഞങ്ങൾ ഇസ്ലാം വിശ്വാസമൊന്നും വിട്ടിട്ടില്ല, പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇസ്ലാമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു പൈതൃകം പേര് മാത്രമല്ല, ഞങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അമ്പലങ്ങളിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ദിഹ്റി ഗ്രാമത്തിലെ മുസ്ലിമുകൾ അവരുടെ വേരുകളിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ കൈവശമുള്ള ഇസ്ലാമിക വിശ്വാസം നിലനിർത്തിക്കൊണ്ടു തന്നെ, അതാണ് ഒരു ഖർവാപ്പസി ഒന്നുമല്ല, അത് ഞങ്ങൾ ഇസ്ലാമായി തുടരുന്നു. അതോടൊപ്പം തന്നെ വി വെയർ ഹിന്ദുസ്, അല്ലേ? ഞങ്ങളുടെ മുൻഗാമികൾ ഹിന്ദുക്കളായിരുന്നു. ഞങ്ങൾ അവരെ മാനിക്കാൻ പോകുന്നു. ആ സംസ്കാരം ഞങ്ങളുടെ രക്തത്തിൽ ഇപ്പോഴുമുണ്ട്. അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതിനോടൊപ്പം കൂടി സഞ്ചരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. മുസ്ലിം ആയിരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഹിന്ദുവായി മാറാം എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ദഹ്റിയിലെ 7000-ഓളം വരുന്ന മുസ്ലിമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് രാജ്യത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം 2 മതങ്ങൾ, 7000 മുസ്ലിങ്ങളും 5000 ഹിന്ദുക്കളും മാത്രമേ ഉള്ളൂ. ഒരു സംഘർഷവും അവിടെ ഇല്ല, സഹവർത്തിത്വത്തോടെ കഴിയുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വേരുകളിലേക്ക്, നിങ്ങളും ഞങ്ങളും തമ്മിൽ അന്യരല്ല, സ്വയം തിരിച്ചറിഞ്ഞിട്ടാണ് അവരതിലേക്ക്. അതെ, അത് ഞാൻ വളരെ പോസിറ്റീവായി കാണുന്നത് അറിയാമോ? ഇവിടെ കാഫിറാണ്, ഹിന്ദുക്കൾ മുഴുവൻ കാഫിറുകളാണ്, അവരെ മുഴുവൻ കൊല്ലണം എന്ന് പറയുന്നു. നിങ്ങൾ കാഫിറായിട്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഇവിടുത്തെ ഹിന്ദുക്കളുടെ ബന്ധുക്കളാണ് ഈ പറയുന്ന മുസ്ലിമുകൾ മുഴുവൻ. അപ്പോൾ എങ്ങനെ എൻ്റെ ബന്ധുക്കളെ എനിക്ക് കാഫിറായിട്ട് കാണാൻ പറ്റും എന്നൊരു ചോദ്യം ദഹ്റിയിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ക്ഷേത്രങ്ങൾ എങ്ങനെ എനിക്ക് ഷിർക്കാവും? കാരണം ഞാനും അവിടെ നിന്ന് വന്ന ആളാണ്. ഞാൻ 3-4 തലമുറയ്ക്കപ്പുറത്ത് എൻ്റെ അപ്പൂപ്പൻ പ്രപിതാമഹന്മാർ ഇതേ സംസ്കാരത്തിലൂടെ വന്നവരാണ്, ഇതേ വിശ്വാസത്തിലൂടെ വന്നവരാണ്. എവിടെ വെച്ചോ ഒരു ഡൈവേർഷൻ ഉണ്ടായി, ഒരു അട്ടിമറി ഉണ്ടായി, ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റത്തിൻ്റെ കാരണം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളും ആഗ്രഹിച്ചു, ഞങ്ങളിങ്ങനെ ഇസ്ലാമായിട്ട് ജനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചില്ല.
ഹിന്ദുവായിട്ട് ജനിക്കണമെന്നും ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണമെന്നും നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ബൈ ബർത്ത് നമ്മളായി പോവുകയാണ് അല്ലേ. അതെ. അപ്പോൾ ഈ രാജ്യത്ത് അവിശ്വാസികളെന്ന് പറഞ്ഞ് അവിശ്വാസികളോട് യുദ്ധം പ്രഖ്യാപിക്കണം എന്ന് കരുതുന്ന കുറേ ആളുകളൊക്കെ ഉള്ള, കാഫറുകളെ കൊല്ലണം എന്നൊക്കെ പറയുന്ന വിശ്വാസം കൊണ്ടു നടക്കുന്ന കുറേ പേരൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ദിഹ്രി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഈ ജനങ്ങൾ ഒരു വല്ലാത്ത മാതൃകയാണ്. അവരവരുടെ വേരുകൾ തിരിച്ചറിയുന്നു, അവരുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു നടക്കുന്നു, പേരുകൾ സ്വീകരിക്കുന്നു. അവർ ഇസ്ലാമായിരുന്നു കൊണ്ട് തന്നെ അവർ ഹിന്ദു മതക്ഷേത്രങ്ങളിൽ പോയി ആരാധിക്കാനും തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവ് വാർത്ത. ആ വാർത്ത നമ്മൾ പറയണം, നമ്മളേത് പറയൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയും പറ്റും. അല്ലാതെ ഇതര മതസ്ഥരെ മുഴുവൻ ശത്രുക്കളായി കണ്ട് അവനോട് പകയോടെ ജീവിക്കാനും കുന്തിരിക്കവും മറ്റെന്താണ് കുന്തിരിക്കവും അവിലും മലരും വാങ്ങിച്ചു വെച്ചോ എന്ന് പറയുന്ന തരത്തിലല്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.